നമസ്കാരം. കാമുകനോടൊപ്പം അഴിഞ്ഞാടാൻ വിടാഞ്ഞതിന് സ്വന്തം പിതാവിനെതിരെ പോക്സോ കേസ് കൊടുത്ത് 80 ദിവസം ആ പാവത്തിനെ ജയിലിലിട്ട ഇപ്പോൾ കോടതി നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ട വാർത്തയാണ് ഇപ്പോൾ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഈ ചാനലിൽ ഡിഫറൻറ്റ് ആംഗിൾസ് എന്നുള്ള പേരാക്കി അന്നു മുതൽ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. വ്യാജ പോക്സോ കേസുകളെ കുറിച്ച്, അങ്ങനെയുള്ള കേസുകളെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് എനിക്ക് തന്നെ പല കേസുകളും വരികയും ചെയ്തു. ഞാൻ അന്ന് കള്ളക്കേസുകളെന്ന് പറഞ്ഞ പല കേസുകളും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് കള്ളക്കേസുകളാണെന്ന് കോടതിക്ക് കണ്ട് ബോധ്യപ്പെട്ട് കോടതി വിട്ടിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട്. ഒരൊറ്റ കേസ് പോലും, ഞാൻ കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കേസുകൾ നടന്നിട്ടില്ല, വ്യാജ കേസുകളാണത്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ കോടതിയിൽ പോലീസ് കൊടുക്കുന്ന തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളും ഒക്കെ വിസ്തരിക്കപ്പെടും. അത് നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിന് അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതുവരെ ഇവിടെ പ്രതി ചേർക്കപ്പെടുന്ന ആളിന് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതം അതിനോടകം തന്നെ തൊലഞ്ഞു പോയിട്ടുണ്ടാവും എന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവനും റിവീൽ ചെയ്യപ്പെടാൻ പാടില്ല, മറ്റുള്ളവരെ അറിയാൻ പാടില്ല. ഒരു കേസുണ്ടായി, ആ കേസെടുത്തു, ഓക്കെ, അയാളെ കുടുംബം മാത്രം അറിഞ്ഞാൽ മതി. അയാൾ ടൂർ പോയിന്നോ അല്ലെങ്കിൽ വിദേശത്ത് പോയിന്നോ അവർ പറഞ്ഞോളൂ. പിന്നീട് ജാമ്യം കിട്ടി പുറത്തു വന്ന് കേസൊക്കെ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കട്ടെ. അതിനു മുമ്പ് ഒരു തരിമ്പ് വാർത്ത, ഒറ്റക്കോളം വാർത്ത ശരിക്കും പുറത്തു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പിതാവ് നിരപരാധിയാണെന്നുള്ള കേസ്. ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ അവസ്ഥ. ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം. എനിക്ക് അത്തരത്തിലേ പറയാൻ പറ്റൂ. എന്നോട് കൂടുതൽ നിങ്ങൾ ചോദിക്കരുത്, കൂടുതൽ പറയാൻ പറ്റൂല. പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ അടുത്ത കാലത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത പ്രമാദമായിട്ടുള്ള ഒരു പോക്സോ കേസ്. ഒരു പ്രഗത്ഭനായ ഒരു യൂണിഫോം ധാരിയായിട്ടുള്ള ഒരാൾ ആ കേസിലെ പ്രതി. അയാളെ ഈ സംസ്ഥാനത്തെ സകല ചാനലുകളും സകല സോഷ്യൽ മീഡിയയും എടുത്തു. സകലരും അയാളെ പൊങ്കാലയിട്ടു. അയാളെ നശിച്ചു പോട്ടെ, നാരായണക്കല്ലിളകി പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ടെന്ന്. എന്നിട്ടും ഒരു സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് തെളിവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ആ കേസിൽ ആ യൂണിഫോം ഇട്ട ആ ഒരു വ്യക്തി, ആ മഹത് വ്യക്തി, അങ്ങനെ ഞാൻ പറയും, അയാൾ നിരപരാധിയാണ്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അയാളെ നമ്മൾ മുഴുവൻ ശപിച്ച് നാരായണക്കല്ലെടുപ്പിച്ചതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും എന്നല്ലെങ്കിൽ നാളെ. 100% നിരപരാധിയാണ് അയാൾ ആ കേസിൽ. എനിക്ക് ഇങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാര്യം നിയമത്തിൻ്റെ, എനിക്കും ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, അത് മറ്റുള്ളവർക്കും ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ താഴെ അതിനെ സംബന്ധിച്ച് കമൻറ്റുകൾ എഴുതണമെന്നില്ല. ആരുടെയും പേരൊന്നും എഴുതരുത്. കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ പേരിൽ കേസ് വന്നു വരും. പേരുകൾ പരാമർശിക്കാതെ നിങ്ങൾ താഴെ കമൻറ്റുകൾ എഴുതിക്കോളൂ, കുഴപ്പമില്ല. കാരണം അത് ആ ഒരു നിലയിൽ നിൽക്കുന്ന കേസാണ്. ഏതായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ യൂണിഫോം ഇട്ട ആ ചെറുപ്പക്കാരൻ, നമ്മുടെ മലയാളികൾ മുഴുവൻ അറിയുന്ന ആ ചെറുപ്പക്കാരൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കേസ് വരാൻ ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം കൂടി ഇവിടെ പറയാൻ പറ്റൂല. ഇതിങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഭാവിയിൽ നമുക്കത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം ആ കേസ് തീർന്നതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. അതിന് മുമ്പ് പറയാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ മലയാള ചാനലുകൾക്കും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്, അയാൾ നിരപരാധിയാണ്. ആൾക്കെതിരെ വന്ന കേസ് തികച്ചും സാങ്കല്പികമാണ്. അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ സുരക്ഷിതയാണ് എന്നുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാര്യം ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന പോക്സോ കേസുകൾ വ്യാജ കേസുകളാണ്. 90%, 99% കേസുകളും വ്യാജ കേസുകളാണ്. ശരിക്കുള്ള കേസുകൾ കോടതിയിൽ എത്തുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് സോൾവ് ചെയ്ത് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പിടിച്ച് 4 അങ്ങോട്ട് പൊട്ടിക്കും, ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കും, ചതച്ചിട്ട കേസും ഒഴിവാക്കും. മനസ്സിലായില്ലേ? ഏതാ പീഡന വീരനെ 4 ചതയ്ക്കും ആ കുട്ടീൻ്റെ ബാക്കിയുള്ളവർ. ഇനി അവൻ മേലെ ഒരു പെണ്ണിൻ്റെ മേലും ചെന്ന് കയ്യോ തലയോ ഒന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണി അവനെടുക്കും. ബാക്കിയുള്ളവരെടുക്കും. ആ പണികളെടുത്ത് അവൻ ശരിയാക്കി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഓർക്കും, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ അരുതാത്തത് തോന്നുകയാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയതവനെ ഓർത്തിട്ട് പിന്നെ ആ പണിക്കവൻ നിൽക്കൂല. അമ്മാതിരി ചതച്ചു വിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പോലീസിൽ എത്തുന്നില്ല, കോടതിയിൽ എത്തുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അത്തരത്തിലെത്തുന്ന കേസുകൾ ബഹുഭൂരിപക്ഷവും വ്യാജ കേസുകളാണ്. അതിലൊരു കേസാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു പിതാവിന് ജയിലിൽ കിടക്കേണ്ടെന്ന്, സ്വന്തം മകള് കേസ് കൊടുത്തിട്ട് കിടക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചെന്ന സമയത്ത് അവിടെ ഒരു അധ്യാപകനെ വെറുതെ വിടുന്ന ഒരു വിധി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു അടുത്ത സിറ്റിങ്ങിൽ വെറുതെ വിടുമെന്ന് പറഞ്ഞിരുന്നു. ആ സിറ്റിങ്ങിൽ ഞാൻ ചെന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേസ് വന്നത്. അദ്ദേഹത്തെ വെറുതെ വിട്ടു.
കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ച കേസാണ്. കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളും യൂട്യൂബ് ചാനലുകളും മുഴുവൻ ആ അധ്യാപകനെ പ്രതിയാക്കി നശിപ്പിച്ച് നാരായണക്കല്ലിളക്കി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ കാര്യം ഞാൻ ജനങ്ങളോട് പറയട്ടെ? വേണ്ട, ഒരിക്കലും നാറിയത് നാറി. ഇപ്പം ജനങ്ങളെല്ലാം മറന്നിരിക്കുകയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇനി കുത്തിപ്പൊക്കണ്ട, എനിക്കിനി വെള്ള വേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ആ അധ്യാപകൻ നിറ കണ്ണുകളോട് പറയാണ്. ജോലി പോയി. ഇതാണ് അവസ്ഥ. അപ്പോൾ വ്യാജ പോക്സോ കേസുകൾ പെരുകുന്നുണ്ട്. വ്യാജ കേസുകൾ ഒരുപാട് കേസുകൾ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് സാമൂഹ്യ നന്മയുടെ നിറകുടങ്ങളായി നിൽക്കുന്ന ഒരുപാട് പേർ കള്ളക്കേസുകൾപ്പെട്ട് ജീവിതം നശിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കയറെടുക്കാൻ പലതവണ തുനിഞ്ഞ മനുഷ്യനാണ്. ഈ സമൂഹത്തെ സേവിച്ചതിൻ്റെ പേരിൽ, ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചിലരെയൊക്കെ സഹായിച്ചതിൻ്റെ പേരിൽ. മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു നന്ദിയുമില്ലാതെ നമ്മളെല്ലാവരും അയാളുടെ മണ്ടയിൽ ഒരു പീഡനവേദന പട്ടൻ എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിട്ട് നന്നായി കൊല വിളിച്ചു. നമ്മൾ തിരുത്തി പറയും ഇന്നല്ലെങ്കിൽ നാളെ. കാരണം അയാളുടെ കാര്യം നമുക്ക് തിരുത്തി പറയാതിരിക്കാൻ പറ്റില്ല. ജനം അറിയും, അത് വാർത്തയാകും. ഏതായാലും അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നു, അയാൾ നിരപരാധിയാണ്. അതുപോലെ ഒത്തിരി പേർ ഈ കേസുകളിൽ നിരപരാധിയായി അകത്ത് കിടന്നിട്ടുണ്ട്. ചിലരൊക്കെ അവർ നിരപരാധിയാണെന്ന് കണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളും കള്ളക്കേസുകളാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പോക്സോ കേസ് പ്രതികളെ വല്ലാണ്ട് കൊല വിളിക്കാൻ ഞാൻ നിൽക്കാത്തത്. കാരണം നമ്മൾ പറയുന്നത് ഒരാളെ കൊല വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ കൂടി എന്തിനാണ് ഒരാൾ കുറ്റവാളിയാണെന്ന് കാണാതെ, തിരിച്ചറിയാതെ, ശിക്ഷിക്കാതെ അയാളെ ശരിയാക്കാൻ വേണ്ടി മുറവിളി കൂട്ടണ്ടെന്ന് തീരുമാനിച്ചതും അതുകൊണ്ടാണ്. Different angles. Don't forget to subscribe and support this channel.